blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇതിനെ സാധ്യമാക്കി തീർത്ത സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഹരിപ്പാട് നിന്നുള്ള സോണിയ ബാബുവിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഭർത്താവിനെ ആ സ്വന്തം സ്ഥലത്തു നിന്നും ഡൽഹിയിലേക്ക് കൊണ്ടുവരുവാൻ കൂടെ അങ്ങ് വഴികളൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യൂഡൽഹിയിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയെ ആത്മീയമായും ഭൗതികമായും ആ കുടുംബത്തെ മുഴുവൻ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ കർത്താവെ, രാജ്നാഥ് ഗാവിൽ നിന്നുള്ള സുബിൻ ഇടിക്കുളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി ലഭിക്കാനും വിവാഹം നടക്കാനും കർത്താവെ അങ്ങ് സഹായിക്കണമേ. കടവന്ത്രയിൽ നിന്നുള്ള സാറ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾ അനില ജോണിന് PhDക്ക് അഡ്മിഷൻ ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുബായിൽ നിന്നുള്ള ശ്രുതിക്കും സെബിക്കുമായി പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്ക് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നോർമൽ ഡെലിവറിയിലൂടെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ചിന്ന് ഈ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൂവാറ്റുപുഴ ജനുവരി 15 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. KM ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാൾ, നെഹ്റു സർക്കിളിന് സമീപം, മൂവാറ്റുപുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജനുവരി 16 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിന് സമീപം, തിരുവല്ല. ആൻറ്റി പറഞ്ഞത് ഇതാണ്, ഏതാണ്ട് 2012 മുതൽ ഞാനൊരു ബ്ലെസ്സിംഗ് ടുഡേ TV വ്യൂവറാണ്. ഓക്കെ. ബ്ലെസ്സിംഗ് ടുഡേ സ്ഥിരമായി കാണുന്നൊരു വ്യക്തിയാണ് താൻ. അതിനു മുൻപ് വരെ യേശുവിൽ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബ്ലെസ്സിംഗ് ടുഡേ കാണാൻ തുടങ്ങിയത് മുതൽ തൻ്റെ അകത്ത് യേശുവിനോടുള്ള ഒരു താല്പര്യവും വിശ്വാസവും ഒക്കെ അധികമായി വർദ്ധിച്ചു എന്ന ഈ ആൻറ്റി പറഞ്ഞത്. സംഭവിച്ച കാര്യം, താൻ എറണാകുളത്ത് നിന്നും ഒരു പ്രയർ ഡയറി താൻ വരുത്തിച്ചു, ബൈ പോസ്റ്റ് താൻ വരുത്തിച്ചു. ഓക്കെ. ആശിഷമാരിയും ഈ പുസ്തകവും അവിടെ നിന്ന് തപാൽ മാർഗം വരുത്തിച്ചു. തൻ്റെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും അതിൽ എഴുതി വെച്ച് താൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ നടന്ന് പോകുമ്പോൾ ഏതാണ്ട് 2013 തനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായി. താൻ ചെക്കപ്പ് ചെയ്തപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, യൂട്രസിലും തൻ്റെ ഓവറിയിലും സിസ്റ്റുണ്ട്. ഉടൻ തന്നെ ഒരു സർജറി നടത്തിയെങ്കിൽ മാത്രമേ ഇതിന് ശമനമുണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട വശം, ദ ഫസ്റ്റ് ഡേ തന്നെയാണ് ഡോക്ടർ ഇതിങ്ങനെ പറഞ്ഞത്. അത് കേട്ട മാത്രയിൽ താൻ ഭയപ്പെട്ടു പോയി. ആൻറ്റി പറഞ്ഞത്, അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, ഒപ്പം തന്നെ വേറെ ചെക്കപ്പുകൾ കൂടെ നടത്തേണ്ട ആവശ്യം വന്നേക്കാം എന്ന് പറഞ്ഞു. ആൻറ്റി ഭയപ്പെട്ടു പോയി. ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ സർജറി നടത്തി കഴിഞ്ഞാലും പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ വീണ്ടും അസുഖങ്ങളെല്ലാം ഇതിനെ തുടർന്ന് വന്നിട്ടുണ്ട്. വേണോ വേണ്ടേ എന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂഷനായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ താൻ വേഗം തന്നെ ആദ്യം പ്രയർ ഡയറിയിൽ ഇത് എഴുതി വെച്ചു, ഈ വിഷയം എഴുതി വെച്ചു. എന്നിട്ട് താൻ കോൾ സെൻ്ററിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു. ആ സമയത്ത് അവിടെ ഫോൺ എടുത്ത വ്യക്തി പറഞ്ഞു, ഓപ്പറേഷൻ നടത്തിക്കോളൂ, ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല, യേശു കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആൻറ്റി പറഞ്ഞത് ഇത് കേട്ട മാത്രയിൽ തനിക്ക് വലിയൊരു ആശ്വാസം ഉണ്ടായി, ഒരു വിശ്വാസം വന്നു, കൂടെ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവത്തില്ല എന്നുള്ളത്. ആൻറ്റി പറഞ്ഞു, ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു, എത്രയും പെട്ടെന്ന് സർജറി നടത്തിക്കോളൂ, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ആൻറ്റി പറഞ്ഞത് 4ാമത്തെ ദിവസം തന്നെ താൻ സർജറി നടത്തി. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 2.5 വർഷം കഴിഞ്ഞു. ഒരു കംപ്ലൈൻറ്റും തനിക്ക് വന്നിട്ടില്ല. ആ പഴയ ആരോഗ്യം തന്നെ തനിക്കുണ്ട്. യേശു കർത്താവിൻ്റെ സഹായത്താൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഇന്നും ആരോഗ്യത്തോടു കൂടെ തന്നെ നടക്കുവാൻ സാധിക്കുന്നു എന്നാണ് ഈ ആൻറ്റി പറഞ്ഞത്. ആ ഭയങ്ങളെ എടുത്തു മാറ്റി
ആ രീതിയിലാണെങ്കിലും ഒരു പൂർണ്ണമായൊരു വിടുതൽ കർത്താവ് ഇവിടെ കൊടുത്തു. ഇനിയുണ്ട് 2 സാക്ഷ്യം കൂടെ ഇനിയുണ്ട്. ആൻറ്റി പറഞ്ഞത് ഇതുപോലെ തന്നെ തൻ്റെ മകൻ്റെ ഈ കൺപോളയ്ക്ക് മേളിലായിട്ടൊരു കുരു വന്നു. ഓക്കെ. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി അല്ലാതെ വേറൊരു മാർഗവും ഇതിനുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ. ആൻറ്റി വേഗം തന്നെ നേരത്തെ ചെയ്തതുപോലെ പ്രെയർ ഡയറിയിൽ എഴുതി വെച്ചു. അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒപ്പം തന്നെ കോൾ സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. സാധാരണ പോലെ അവിടെ നിന്നും മറുപടി വന്നു, ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല, യേശു ഇതിനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ മകൻ ഇങ്ങനെ ഈ കുരുവിൻ്റെ കാര്യം ആൻറ്റിയോട് പറയുന്നത്. 1 വർഷം കഴിഞ്ഞിരുന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ മകൻ്റെ ഈ കൺപോളയ്ക്ക് മേളിലുള്ള കുരു അപ്രത്യക്ഷമായി. സർജറി കൂടാതെ തന്നെ ആ കുരു മാറിപ്പോയി. രണ്ടാമത്തെ സംഭവത്തിൽ സർജറി വേണ്ടി വന്നില്ല. സൗഖ്യമാക്കി. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം. Romans 12:12 says, "We joyful in hope, patient in affliction, and faithful in prayer." റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനത്തിലേക്ക് വരുന്ന പ്രത്യാശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, നിരന്തരം പ്രാർത്ഥിക്കുവിൻ. Acts 1:14 says, "They all joined together constantly in prayer." അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനത്തിലേക്ക് പറയുമ്പോൾ അവർ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. Constantly, നിരന്തരമായി. They prayed constantly without any break. അവിടെ കാണുന്നു ഒരു മനസ്സോടെ നിരന്തരം അവർ പ്രാർത്ഥിച്ചു. A small group of 120, they came together for 10 days without any interval. They started praying. ഓർക്കുക, ഒരു കൂട്ടം ജനം, ഒരു സംഘം ജനം, 120 പേര് അടങ്ങുന്ന ഒരു സംഘം, ഒരു മുറി പോലും ഒരു ഇടതടവില്ലാതെ ഒരിക്കലും മുറിഞ്ഞു പോകാതെ നിരന്തരമായി ഒരു മനസ്സോടെ അവർ പ്രാർത്ഥിച്ചു. The 11 apostles, 11 അപ്പോസ്തലന്മാർ, Mary the mother of Jesus, യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയം, some other women, മറ്റു പല സ്ത്രീകളും, all of them were gathered in one room. They closed the door and started praying. നോക്കുക, എല്ലാവരും ഒരുമിച്ച് ഒരു മാളിക മുറിയിൽ കയറി വാതിലടച്ച് നിരന്തരമായി പ്രാർത്ഥിച്ചു. And all of them were spiritually pregnant. എല്ലാവരും ഇവിടെ ആത്മീകമായി ഇപ്പോൾ ഗർഭവതികളായി നിൽക്കുകയാണ്. Because after 10 days they were about to give birth to the church. കാരണം 10 ദിവസങ്ങൾക്ക് ശേഷമായിട്ട് അവരിൽ നിന്ന് ഒരു സഭയെ പ്രസവിച്ചെടുവാനായിട്ടുണ്ട്. And before that they had to bring down the third one from the blessed Trinity. അതിനു മുൻപായിട്ട് പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമനെ അവർക്ക് ഇവിടെ പ്രാപിച്ചെടുക്കുവാനായിട്ടുണ്ട്. As they were praying, day 1, ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒരു മനസ്സോടെ, day 1 nothing happened. ഒന്നാം ദിവസം ഒന്നും സംഭവിച്ചില്ല. Day 2 nothing happened. രണ്ടാം ദിവസം ഒന്നും സംഭവിച്ചില്ല. Day 3 nothing happened. മൂന്നാം ദിവസം ഒന്നും സംഭവിച്ചില്ല. But they were pressing forward, pushing forward. എന്നാൽ അവർ അതിനെ വീണ്ടും പുഷ് ചെയ്യുവാനായി Day 4 തുടങ്ങി. nothing happened. നാലാം ദിവസം ഒന്നും Day സംഭവിച്ചില്ല. 7 nothing happened. ഏഴാം ദിവസം ഒന്നും Day സംഭവിച്ചില്ല. 9 nothing happened. ഒൻപതാം ദിവസവും സംഭവിച്ചില്ല. But on the 10th day, എന്നാൽ 10ാമത്തെ ദിവസമായപ്പോൾ there was the sound of a mighty wind. അവിടെ കൊടിയ കാറ്റിന്റെ ഒരു ശബ്ദം ഉണ്ടായി. A great wind came down. ഒരു വലിയ കൊടിയ കാറ്റ് അവിടെ ഉത്ഭവിച്ചു. Here comes the third one in the Holy Trinity. ഇതാ നോക്കൂ, സ്വർഗ്ഗത്തിലെ ത്രിത്വത്തിലെ മൂന്നാമൻ ഇറങ്ങി വരികയാണ്. He was in the room. അവൻ ആ റൂമിലേക്ക് ഇറങ്ങി വന്നു. The baby was born in the history. അങ്ങനെ ആ ശിശു ചരിത്രത്തിലേക്ക് പിറന്നു വീണു. The Church of Jesus Christ. യേശുക്രിസ്തുവിന്റെ സഭ അന്ന് ഭൂജാതമായി. 120 people constantly prayed and the whole history changed. ഓർക്കുക, 120 പേർ നിരന്തരമായി പ്രാർത്ഥിച്ചപ്പോൾ ചരിത്രത്തിൽ ഒരു വലിയ മാറ്റമുളവായി. Hallelujah. Hallelujah. Brother, if you pray, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, sister, if you pray, സഹോദരി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, you can change history. നിങ്ങൾക്ക് ചരിത്രത്തെ മാറ്റുവാനായി സാധിക്കും. If you are a praying man, നിങ്ങളൊരു പ്രാർത്ഥനാ if you are a മനുഷ്യനാണെങ്കിൽ, praying woman, നിങ്ങളൊരു പ്രാർത്ഥനാ you can സ്ത്രീയാണെങ്കിൽ, change your family history. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രം മാറ്റുവാൻ സാധിക്കും. പറഞ്ഞു കൊടുക്ക്. നിങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിൽ, നിങ്ങളൊരു പ്രാർത്ഥനാ സ്ത്രീയാണെങ്കിൽ, നീ നിമിത്തം നിന്റെ കുടുംബത്തിന്റെ ചരിത്രം അപ്പാടെ മാറും. ജീസസ്.
First Thessalonians chapter 1 verse number 2 says, we always thank God for all of you and continually mention you in our prayers. ഒന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വചനം, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലായ്പ്പോഴും ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. The English word is continually. അവിടെ എഴുതിയിട്ടുണ്ട് എല്ലായ്പ്പോഴും, തുടർമാനമായി. First Thessalonians chapter 5 verse number 17 says, pray continually. എപ്പോഴും സന്തോഷിക്കുവിൻ. 17 ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. So two kinds of prayer. രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. 10 days they prayed constantly, that means continuously, without any break. 10 ദിവസങ്ങൾ നിരന്തരമായി ഒരു മുടക്കവുമില്ലാതെ തടസ്സവുമില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. There was no break at all. അതിനിടയിൽ ഒരു ബ്രേക്കും ഉണ്ടായില്ല. Not morning session, afternoon session and evening session. അവിടെ ആ മോർണിംഗ് സെഷൻ, ആഫ്റ്റർനൂൺ സെഷൻ, ഈവനിംഗ് സെഷൻ No session there. അവിടെ അങ്ങനെ പ്രത്യേക സെഷൻസ് ഒന്നും ഉണ്ടായില്ല. From day 1 to day 10 it was one session. 1-ാം ദിവസം മുതൽ 10-ാം ദിവസം വരെ ഒറ്റ സെഷൻ മാത്രമേ ഉള്ളായിരുന്നു. But in Thessalonians Paul is asking us to pray not continuously, not constantly, but continually. അവിടെ പൗലോസ് പറയുമ്പോൾ അവിടെ നിരന്തരമായിട്ട് ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എന്നാണ്. How do you do that? എങ്ങനെയാണ് അത് സാധിക്കുന്നത്? These two things are different. ഈ രണ്ട് കാര്യങ്ങൾ നിരന്തരമായി ഇടവിടാതെ രണ്ടും How many of you വ്യത്യസ്തമാണ്. know the difference between continuously and continually? ഈ നിരന്തരമായി ഇടവിടാതെ എന്ന് പറയുന്നതിന്റെ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് In അറിയാം? English it is very clear. ഈ ഇംഗ്ലീഷ് ഭാഷയിൽ അത് വളരെ വ്യക്തമാണ്. This does not mean that you have to walk around 24/7 muttering praise under your breath. അതിന്റെ അർത്ഥം 24 മണിക്കൂറും നിങ്ങളുടെ ജീവശ്വാസം പോകുന്നവരെയും ഇങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. Some mothers, some housewives, they take advantage of this ചില instruction. അമ്മമാരും ചില ഭാര്യമാരും ഒക്കെ ഇത് മുതലെടുക്കും. They tell their husbands, God has asked me to pray, he has called me to intercede for others. അവര് ഭർത്താക്കന്മാരോടും അതുപോലെ ബാക്കിയുള്ളവരോടൊക്കെ പറയും, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. So morning till evening they are praying. അതുകൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. You eat from what here? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചോ? God has called me as an intercessor. കർത്താവ് എന്നെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. That is not the meaning. അതല്ല ഇതിന്റെ അർത്ഥം. Instead it means to have an unbroken fellowship with God in prayer. അതിന്റെ അർത്ഥം ദൈവത്തോട് മുറിഞ്ഞു പോകാത്ത ഒരു കൂട്ടായ്മ ബന്ധത്തിൽ, ഒരു കൂട്ടായ്മ ബന്ധത്തിൽ തുടരുക എന്നതാണ് അർത്ഥം. Then prayer will become as normal as breathing. അത് പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ശ്വാസം എടുക്കുന്നത് പോലെ തന്നെ സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു How is കാര്യമാണ്. this practically possible? ഇത് എങ്ങനെയാണ് പ്രായോഗികമായി ശരിയാകുന്നത്? Develop an attitude of prayer. അതിനുവേണ്ടി പ്രാർത്ഥനയുടെ ഒരു മനോഭാവത്തെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക Very important. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. Develop a nature of prayer. പ്രാർത്ഥനയുടെ ഒരു സ്വഭാവത്തെ തന്നെ നമ്മൾ രൂപപ്പെടുത്തുക. Dr. David Yonggi-cho says, prayer is my second nature. ഡോക്ടർ പോൾ യോങ്കിച്ചോ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന എൻ്റെ രണ്ടാമത്തെ പ്രകൃതമാണ്. Hallelujah. ഹല്ലേലൂയ. But to develop this attitude of prayer, to develop this nature, we have to have first long sessions of prayer. ഇത്തരം ഒരു പ്രകൃതം അല്ലെങ്കിൽ ഇത്തരം ഒരു സ്വഭാവ രീതി പ്രാർത്ഥനയുടെ കാര്യത്തിൽ രൂപപ്പെടുത്തി എടുക്കണമെങ്കിൽ നമുക്ക് നീണ്ട ദൈവമായൊരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. First, in the beginning part. ഒന്നാമത് അതിന്റെ ആദ്യ ഭാഗത്ത് Hallelujah. ഹല്ലേലൂയ. When we started the ministry, നാം ശുശ്രൂഷ തുടങ്ങുമ്പോൾ we had 40-day fasting, നമുക്ക് ആ കാലങ്ങളിൽ 40 ദിവസത്തെ ഉപവാസം 21-day fasting prayer, 21 ദിവസത്തെ ഉപവാസ 14-day fasting and 14 prayer, ദിവസത്തെ ഉപവാസ 10 days fasting and 10 prayer, ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 7 days fasting and 7 prayer, ദിവസത്തെ ഉപവാസ 3 പ്രാർത്ഥന, days fasting and prayer, 3 ദിവസത്തെ ഉപവാസ 1 day പ്രാർത്ഥന, fasting and prayer, ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, different kinds of fasting and prayer. പലതരത്തിലുള്ള ഉപവാസ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. Sometimes we prayed through the night, all night prayers. ചില സമയങ്ങളിൽ രാത്രി മുഴുവൻ നാം പ്രാർത്ഥിച്ചു. That started developing a prayer nature in us. ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഒരു പ്രകൃതത്തെ നമ്മിൽ ഉരുവാക്കിയെടുത്തു. Hallelujah. ഹല്ലേലൂയ. So prayer will become our second nature. അതുകൊണ്ട് പ്രാർത്ഥന നമ്മുടെ രണ്ടാമത്തെ And we പ്രകൃതമായിരിക്കണം. have to walk in the spirit of prayer. നാം പ്രാർത്ഥനയുടെ ആത്മ
ആത്മാവിൽ സഞ്ചരിക്കുന്നവരായി തീരണം. I will give you some practical tips. ചില പ്രായോഗിക ടിപ്സ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. If you are working in a company, നിങ്ങൾ ഒരു കമ്പനിയിൽ in an പ്രവർത്തിക്കുന്ന office, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ or out in the field, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജോലി സ്ഥലത്ത് every day, എല്ലാ ദിവസവും during your work, നിങ്ങളുടെ ജോലിക്കിടയിൽ take a mental break. നിങ്ങൾ ഒരു മാനസികമായ ഒരു ഇടവേള എടുക്കുക. Take a mental break. ഒരു മാനസിക ഇടവേള എടുക്കുക. Don't run away from the place. ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പോകണ്ട, Sit there, അവിടെ തന്നെ but ഇരിക്കുക. take a mental break എന്നാൽ മനസ്സിൽ ഒരു ഇടവേള എടുക്കുക. and pray to God. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. You don't need to go to a special room for that. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓഫീസിലെ കസേരയിൽ നിന്ന് പോയി വേറെ റൂമിലേക്ക് Be പോകണ്ട. wherever you are. എവിടെയാണോ നിങ്ങൾ ആയിരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കുക. Take your right hand, നിങ്ങളുടെ വലത്തെ കൈ എടുക്കുക. touch it here. എന്നിട്ട് ഇവിടെ ഒന്ന് തൊടാമോ? Say, have a mental break. എന്നിട്ട് പറഞ്ഞാലും മാനസിക ഇടവേള എടുക്കുക. And stay connected to God in the spirit. ഓർക്കുക, എന്നിട്ട് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. See, you're working something very seriously. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായി വർക്ക് ചെയ്യുകയായിരിക്കും. Take a few moments mental break. എന്നാൽ ചില നിമിഷങ്ങൾ ഒരു മാനസിക ഇടവേളയ്ക്ക് സമയമെടുക്കുക. 90% or more of believers think that prayer happens in the morning and at bedtime. 90% വിശ്വാസികളും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കേണ്ട രാവിലെയും പിന്നെ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പും. Morning prayer and evening prayer. രാവിലെ പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും. And in between you can do anything. അതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാം? But Paul says pray continually. എന്നാൽ പൗലോസ് പറയുന്നു, നോക്കൂ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. Meaning always have an internal dialoguing with your master. അതിന്റെ അർത്ഥം എല്ലായ്പ്പോഴും ആന്തരികമായ ഒരു സംഭാഷണം നമ്മുടെ യജമാനനോടുണ്ടായിരിക്കണം. Stay connected with your Lord. ദൈവവുമായിട്ട് എല്ലായ്പ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. Pray while you are traveling. നാം യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുക. Hallelujah. ഹല്ലേലൂയ. Dr. Yonggi in his book says, ഡോക്ടർ യോങ്കിച്ച് തന്റെ പുസ്തകത്തിൽ പറയുന്നു, when you start your praying, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ all your body, all your flesh will pull you back. ഓർക്കുക, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ജഡം നിങ്ങളെ പുറകോട്ട് വലിക്കും. You want to quit prayer. ആ പ്രാർത്ഥനയിൽ നിന്ന് പ്രാർത്ഥന ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹം തോന്നും. First 5 minutes, ആദ്യത്തെ 5 മിനിറ്റ്, 10 minutes, 10 മിനിറ്റ് you'll be struggling. നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കും. But after 10 to 20 to 30 minutes, എന്നാൽ 10-20 അടുത്ത 30 മിനിറ്റുകളിൽ your spirit is open. നിങ്ങളുടെ ആത്മാവ് തുറന്നു വരാനായി And തുടങ്ങും. you can pray for any longer. പിന്നീട് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ സാധിക്കും. That is what he taught us. അതാണ് അദ്ദേഹം പഠിപ്പിച്ച കാര്യം. But George Muller says, എന്നാൽ ജോർജ് മുള്ളർ പറയുന്നത് there is another way. അത് മറ്റൊരു പ്രായോഗിക ടിപ്പാണ്. This is an easier way. ഇത് വളരെ എളുപ്പമുള്ള It's a ഒരു very കാര്യം, practical way. വളരെയധികം പ്രായോഗിക When you തലത്തിലുള്ളത്. wake up in the morning, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ never start praying first. ആദ്യം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. Don't pray first. ആദ്യം പ്രാർത്ഥിക്കരുതെന്ന്, But read the Bible. പകരം ബൈബിൾ വായിക്കുക. As you're reading the Bible, നിങ്ങൾ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ some verses will come off from the pages and enter your spirit to set it on fire. ആ വായിച്ചു കൊണ്ടിരിക്കുന്ന വേദഭാഗത്തിലെ ചില വാക്കുകൾ എഴുന്നേറ്റ് വന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു തീ ഉണ്ടാക്കും. Fire. തീ. So in the meditation you have fire inside. അങ്ങനെ നിങ്ങളുടെ ധ്യാനത്തിൽ നിങ്ങളുടെ അകത്തൊരു തീ കത്തും. Then you push to prayer. അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് കുതിക്കപ്പെടുകയാണ്. No struggle at all. പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. Automatically you will slip into prayer. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് അങ്ങ് വഴുതി വീണു പോകും. I started practicing this ഈ കാര്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ and പ്രായോഗികമാക്കുന്നത്. found it 101% correct. ഇത് 101% ഏറ്റവും ശരിയായ കാര്യമാണെന്ന് I തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. practice this today ഇന്ന് ഞാൻ ഇതാണ് പ്രായോഗികമാക്കുന്നത്. because otherwise half an hour just for fighting. അല്ലെങ്കിൽ അരമണിക്കൂർ ആദ്യം തന്നെ യുദ്ധം നടത്താൻ No ശരീരത്തോട് need. അതിന്റെ ഒരു ആവശ്യമില്ല. No need. അതിന്റെ ഒരു ആവശ്യമേ ഇല്ല. Get into the word. ദൈവത്തിന്റെ വചനത്തിലേക്ക് ഇറങ്ങുക. So if you Google and search soul nourishment first,
written by George Muller, you will get an article. ജോർജ് മുള്ളർ എഴുതിയിട്ടുള്ള സോൾ നറിഷ്മെന്റ് ഫസ്റ്റ് എന്ന് പറയുന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് ലഭിക്കും. He's describing his experience. ഇവിടെ അദ്ദേഹം തന്റെ അനുഭവങ്ങളെ പ്രതിപാദിച്ചിട്ടുണ്ട്. In his early days, he wanted to pray first. ആദ്യത്തെ കാലങ്ങളിൽ താൻ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിച്ചു. Same resistance, same struggle he also felt. അദ്ദേഹം നേരത്തെ പറഞ്ഞ അരമണിക്കൂറിന്റെ ആ ഒരു പ്രശ്നം താനും തന്റെ ജീവിതത്തിൽ അനുഭവിച്ചു. Then the Holy Spirit taught him a beautiful lesson. എന്നാൽ അതിനുശേഷം പരിശുദ്ധാത്മാവ് തന്നെ ഒരു മനോഹരമായ പാഠം പഠിപ്പിച്ചു കൊടുത്തു. First read the Bible. ആദ്യം ബൈബിൾ വായിക്കൂ. First nourish your soul. ആദ്യം നിന്റെ ആത്മാവിനെ ഒന്ന് പരിപോഷിപ്പിക്ക്. And when you are ready, അങ്ങനെ നിങ്ങൾ തയ്യാറായി കഴിയുമ്പോൾ automatically you will start praying in tongues, praying in the Spirit, praying in the Holy Ghost. ഒരു പ്രശ്നവുമില്ലാതെ ഓട്ടോമാറ്റിക്കായി ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ നിങ്ങൾ തനിയേ പ്രാർത്ഥിച്ചു തുടങ്ങും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൂവാറ്റുപുഴ ജനുവരി 15 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. KM ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാൾ, നെഹ്റു സർക്കിളിന് സമീപം, മൂവാറ്റുപുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജനുവരി 16 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിന് സമീപം, തിരുവല്ല. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സൗഖ്യമാക്കുന്നവനാണ്, വിടുവിക്കുന്നവനാണ്. തടവുകാരെ മോചിപ്പിക്കുവാൻ അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നു. വിവിധ രീതിയിൽ പ്രശ്നങ്ങളുടെയോ രോഗങ്ങളുടെയോ സാമ്പത്തിക കടബാധ്യതകളുടെയോ തടവറയിലായിരിക്കുന്നവർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ, കർത്താവ് നിൻ്റെ ശക്തിയാൽ വിമോചിതരാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കുടുംബസമാധാനം ഇല്ലാത്ത ഒത്തിരി പേർ ഇന്ന് ഈ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈ സമയത്ത് ഒരു ദിവ്യ സമാധാനം അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക്, ആ വ്യക്തിയുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവ് പകരുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ സമാധാനം ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. തൊണ്ടയോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ, തൈറോയിഡ് ആകാം, ത്രോട്ട് ക്യാൻസർ ആകാം, മറ്റേതെങ്കിലും ആകാം, ടോൺസിലൈറ്റിസ് ആകാം. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗങ്ങളിപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഒരു ഷോൾഡറിന് അതിഭയങ്കരമായ വേദന മൂലം ആ കൈ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ രോഗം സൗഖ്യമാകട്ടെ. അതുപോലെ ട്യൂമറുകൾ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗ്രോത്തുകൾ, ട്യൂമറുകൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വയറിൻ്റെ അകത്തുള്ള ചില ഗ്രോത്തുകൾ, ട്യൂമറുകൾ, മുഴകൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. അലർജി രോഗം ബാധിച്ച പലരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. ചിലപ്പോൾ ഭക്ഷണത്തിലായിരിക്കാം, മരുന്നിലായിരിക്കാം, എന്തിലുമായിക്കോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള എല്ലാ അലർജികളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഹെർണിയ സൗഖ്യമാകട്ടെ. ഒന്നിനു പുറകെ ഒന്നായി തിരമാലകൾ പോലെ വന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, പ്രശ്നങ്ങൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കെട്ടടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. വിവിധ രീതിയിലുള്ള രോഗങ്ങളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് അസ്ഥികൾക്കകത്തുള്ള വേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൂടാതെ മസിലുകളിലുള്ള വേദനയും മസിലുകളിലുള്ള ബലക്ഷയം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഈ കൈപ്പത്തിയുടെ ഈ ഭാഗത്തായിട്ട്, കൈപ്പത്തിയുടെ ഈ ഭാഗത്ത്, കൈത്തണ്ടയിൽ തുടക്ക ഭാഗത്ത് ചില നെർവ്സിനോ മസിൽസിനോ ഞരമ്പിനൊക്കെ ഇതൊക്കെയോ പ്രയാസമുണ്ടായിട്ട് ഒരു സർജറി വേണം എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാകട്ടെ. കാതിൻ്റെ കേൾവിശക്തി യേശുവിൻ്റെ നാമത്തിൽ തിരികെ വരട്ടെ. കിഡ്നികൾക്കകത്തുള്ള കല്ലുകൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൻ്റെ വെളിയിലേക്ക് പോകട്ടെ. അതുപോലെ വൃക്കകൾ പ്രവർത്തിക്കാത്തത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ചെവിയുടെ അകത്തുള്ള ഇൻഫെക്ഷൻ മൂലം പഴുപ്പും വെള്ളമൊക്കെ പുറത്തേക്ക് വരുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. കേൾവിക്കുറവും അനുഭവിക്കുന്നുണ്ട്, ഇതിനെല്ലാത്തിൽ നിന്നും പൂർണ്ണ വിമോചനം ഉണ്ടാകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ.
താങ്ക് യു ജീസസ്. ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ, വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ, ഓസ്റ്റിയോപോറോസിസ് സൗഖ്യമാകട്ടെ. ഏത് രോഗമാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും ഈ സമയത്ത് ഈ ടി വി സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് നിങ്ങളുടെ രോഗസൗഖ്യത്തെ ഇപ്പോൾ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഓരോ വ്യക്തികൾക്കുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. തുടർന്നും പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് നമ്മുടെ പ്രെയർ ലൈനിൽ വിളിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ചില സമയത്ത് പ്രെയർ ലൈൻ വളരെ ബിസി ആയിരിക്കും, വിളിച്ചാൽ കിട്ടില്ലെന്ന് തോന്നും. പക്ഷേ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. തീർച്ചയായും ഒരു പ്രാർത്ഥന പോരാളിയോട് ചേർന്ന് പ്രാർത്ഥിക്കാനും വലിയ വിടുതലുകൾ സ്വീകരിക്കാനും കർത്താവ് ഇടയാക്കും. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് ഈ വെള്ളിയാഴ്ച മൂവാറ്റുപുഴയിലും ശനിയാഴ്ച തിരുവല്ലയിലുമാണ്. തീർച്ചയായും വരണം, അനുഗ്രഹം പ്രാപിക്കണം. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങൾ, അതുപോലെ DVD-കൾ ഇതൊക്കെ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. തപാൽ മാർഗം ആവശ്യമുള്ള സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.